നമ്മൾ ഇത്രയും നാള് ജ്യൂസ് അടിച്ച് കുടിച്ചുകൊണ്ടിരുന്ന നാരങ്ങ പ്രകൃതിയിൽ ഉണ്ടായതല്ല, മനുഷ്യൻ ഉണ്ടാക്കിയെടുത്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ വിശ്വസിക്കോ? ഈ ബബ്ലൂസ് നാരങ്ങ എന്ന് പറയുന്ന നാരങ്ങ പിന്നെ പുളിയുള്ള ഓറഞ്ചും തമ്മിൽ മനുഷ്യൻ ഹൈബ്രിഡ് ആക്കി ഉണ്ടാക്കിയെടുത്ത ഒരു ബെറി ഇനത്തിൽപ്പെടുന്ന സംഭവമാണ് ഈ നാരങ്ങ. അതുകൊണ്ടൊക്കെ ആവാം പണ്ട് കാലത്ത് ഇതിന് ഭയങ്കര സമ്പന്നരുടെ പ്രതീകമായിട്ടായിരുന്നു കണക്കാക്കിയിരുന്നത്. യൂറോപ്പിലും പിന്നെ റോമിലും ഒക്കെ കാശുകാർ തമ്മിൽ വിലപിടിപ്പുള്ള സംഭവങ്ങൾക്ക് പകരം എക്സ്ചേഞ്ച് ചെയ്തിരുന്ന ഒരു സാധനമായിരുന്നു ഈ ചെറുനാരങ്ങ. പിന്നെ അതുപോലെയൊക്കെ തന്നെ യൂറോപ്പിലെ പണ്ടത്തെ സ്ത്രീകള് ഇതിനൊരു സൗന്ദര്യ വസ്തുവായിട്ട് കൂടെ കണക്കാക്കിയിരുന്നു. ഇതിൽ നീരെടുത്ത് ചുണ്ടിൽ തേച്ചിട്ട് ചുണ്ടിൽ നിറമൊക്കെ അവര് പണ്ട് വർദ്ധിപ്പിച്ചിരുന്നു എന്നൊക്കെ ആരുണ്ടൊക്കെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോഴാണ് ഇന്നെന്ത് വരയ്ക്കുന്നു പറഞ്ഞുകൊണ്ട് പിൻട്രസ്റ്റ് എടുത്ത് നോക്കിയപ്പോഴാണ് കുറച്ച് എളുപ്പവും പിന്നെ അതേപോലെ തന്നെ കുറച്ച് റിയലിസ്റ്റിക് ടച്ചൊക്കെ ഉള്ള ഈ ചെറുനാരങ്ങയുടെ പടം ഞാൻ കണ്ടത്. അപ്പൊ പിന്നെ ഇത്രയും പ്രത്യേകതകളും കൂടെ ഉള്ള ചെറുനാരങ്ങയുടെ പെയിന്റിങ് എളുപ്പത്തിൽ 5 മിനിറ്റിൽ വരച്ചെടുക്കാണ്ടിരിക്കുന്നത് മോശമല്ലേ? അപ്പൊ പെയിന്റിങ്ങിന് വേണ്ടി ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഡോംസിന്റെ 20 രൂപയുടെ വാട്ടർ കളറാണ്. അപ്പൊ ഇതിൽ എല്ലാ കളറൊന്നും ഉണ്ടാവണമെന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഓരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കണം. ഉദാഹരണത്തിന് ഈ ലീഫിന്റെ പച്ച കളർ ഇതിലില്ല. അപ്പൊ നമ്മള് മഞ്ഞയും പച്ചയും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം ഈ ഒരു കളർ ഉണ്ടാക്കിയെടുക്കാൻ. എന്നിട്ട് നമ്മൾ ഓരോന്നായിട്ട് ഷെയ്ഡ് കൊടുത്ത് ഉണ്ടാക്കിയെടുത്താൽ മതി. അതുപോലെ തന്നെയാണ് ആ ലെമൺ ചെയ്യണ കളറും നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. ചെറിയ രീതിക്കുള്ള ഒരു പച്ചയും പിന്നെ കൂടുതൽ മഞ്ഞയും കൂടെ ചേർത്തിട്ടാണ് ആ ഒരു കളറ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. പിന്നെ ഒന്ന് വരച്ചു നോക്കിയതിന് ശേഷം ഇത് ശരിയാവുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇനി ഞാൻ വരയ്ക്കുന്നേ ഇല്ല എന്ന് പറഞ്ഞ് നിർത്തി വെച്ചിരിക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതൊരിക്കലും ഫസ്റ്റത്തെ അറ്റംപ്റ്റിൽ തന്നെ ശരിയാവണം എന്നൊന്നുമില്ല. അപ്പൊ തന്നെ അത് നിർത്തി വെക്കുന്നതിന് പകരം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അത് കണ്ടിന്യൂ ചെയ്തു പോവുക. അങ്ങനെ അത് ചെയ്ത് 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 നമ്മൾ പോലും അറിയാണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടന്നു കിട്ടുന്നതായിരിക്കും. അപ്പൊ ബാക്ക് ടു നാരങ്ങ. ഇത്രയും നാരങ്ങനെ കുറിച്ചിട്ടുള്ള കാര്യം പറഞ്ഞാല് എനിക്ക് ഏറ്റവും ഷോക്കായത്, നമ്മൾ പണ്ട് നല്ല മധുരമായിരിക്കും എന്ന് വിചാരിച്ചിരുന്ന സ്ട്രോബെറിനേക്കാളും മധുരം നാരങ്ങയ്ക്കാണെന്ന് അറിഞ്ഞപ്പോഴാണ്. നാരങ്ങയിൽ 70% ഷുഗറും സ്ട്രോബെറിയിൽ 40% ഷുഗറും ആണെന്നാണ് പറയാറുള്ളത്. അങ്ങനെ പറഞ്ഞു പറഞ്ഞ് 2 മിനിറ്റില് നാരങ്ങനെ കുറിച്ചുള്ള കുറച്ച് കാര്യം അറിഞ്ഞു. അതേപോലെ തന്നെ നാരങ്ങയുടെ പെയിന്റിങ്ങും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പക്ഷെ വരച്ച് ആ ഒരു ഇതിലാണോ എന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് നോക്കിയപ്പോൾ വലിയ ഭംഗിയൊന്നും വന്ന് തോന്നിയില്ല. കുറച്ചു നേരം കഴിഞ്ഞിട്ട് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് നോക്കിയപ്പോഴാണ് അതിന്റെ ശരിക്കുള്ള ഭംഗി എനിക്ക് മനസ്സിലായത്. അപ്പൊ ഈ നാരങ്ങയുടെ പടം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ ലൈക്കും സപ്പോർട്ടും ഒന്നും മറക്കണ്ട.